ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. കുറേ നാളായി ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു ഫ്രൂട്ട് സലാഡിൻ്റെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീട്ടിൽ കസ്റ്റാർഡ് പൗഡറൊന്നും ഇല്ലെങ്കിലും ഫ്രൂട്ട് സലാഡൊക്കെ നമുക്ക് തയ്യാറാക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാം. നമ്മുടെ വീട്ടിലുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ഒരു ഫ്രൂട്ട് സലാഡ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി നമ്മൾ ഫ്രൂട്ട്സ് എന്താണോ ഉള്ളത് കൈവശം അതൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് തണ്ണിമത്തനും പിന്നെ ഈന്തപ്പഴം പിന്നെ ചെറുപഴം പിന്നീട് മുന്തിരിങ്ങ 2 കളറിലുള്ളതും ഒക്കെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം നമ്മൾ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫ്രൂട്ട്സൊക്കെ എടുക്കുക. ആപ്പിൾ ഒക്കെ എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് തന്നെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരു വലിയ ബൗളിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന എല്ലാ ഫ്രൂട്ട്സുകളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് അല്ല, നമ്മുടെ വീട്ടിലുള്ള അരിപ്പൊടിയില്ലേ, അരിപ്പൊടി എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ. അരിപ്പൊടി 2 സ്പൂൺ എടുത്ത് ഒരു കവറ് പാലിൽ, അതായത് 500 ml പാലിൽ കുറുക്കിയെടുത്തിട്ട് അതൊന്ന് മിക്സ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു കവറ് പാല് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല കട്ടപ്പാൽ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നീട് നമ്മളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പിന്നീട് നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിക്കാവുന്നതാണ്, ടേസ്റ്റ് കൂടും. ഇപ്പോൾ പഞ്ചസാര മാത്രമേ ഞാനിതിൽ മധുരത്തിന് വേണ്ടി ചേർത്തിട്ടുള്ളൂ. പിന്നെ ഏലക്കാപ്പൊടി നമ്മുടെ ഇഷ്ടത്തിന് ഫ്ലേവർ അനുസരിച്ച് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വാനില എസൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് ഈ ഫ്രൂട്ട് സലാഡ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നീട് ഇത് ഫ്രീസറിലാണ് കുറച്ച് സമയം വെക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴാണ് കറക്റ്റ് ആ ഒരു നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്നത്. സത്യത്തിൽ നല്ല ടേസ്റ്റായിട്ടാണ് എനിക്കിത് തോന്നിയത്. പുറത്തുനിന്ന് എനിക്ക് ഫ്രൂട്ട് സലാഡ് കഴിച്ചതിനേക്കാളും ഇഷ്ടപ്പെട്ടു ഈ ഫ്രൂട്ട് സലാഡ്. അപ്പോൾ നമ്മൾ 1-2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മളിത് പുറത്തെടുത്തതാണ്. എന്നിട്ട് അടിയിലൊക്കെ നന്നായിട്ട് കട്ട പോലെയൊക്കെ പിടിച്ചിട്ടുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കി നല്ല കുറുകി നല്ല പരുവത്തിൽ തന്നെ ഇരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. പിന്നീട് ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് കസുകസ് കുറച്ചെടുത്ത് വെള്ളത്തിൽ കുതിർത്താൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പമാണ്. ഈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ കസ്റ്റാർഡ് പൗഡറൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫ്രൂട്ട് സലാഡൊക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ, അരിപ്പൊടി എന്തായാലും എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ, അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ഫ്രൂട്ട്സൊക്കെ കഴിക്കാത്ത പിള്ളേർ പോലും ഇതൊക്കെ ഇങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ കഴിക്കും. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ. പിന്നെ ഇതിലേക്ക് ഞാനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രം അല്പം സ്ട്രോബെറിയുടെ ജാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കൂടി വന്നപ്പോൾ മിക്സ് ചെയ്തിട്ട് കഴിച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്